So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ if we are having different levels for a particular computer system, we can find the average access time using this formula. That is hit rate into hit time in level 1 plus miss rate in level 1 into hit rate into hit time in level 2 plus miss rate in level 2 into, this will go recursively, in level 3 hit rate into hit time plus miss rate into the last level. So miss penalty in the last level. Penalty means the additional work that we have to do to fetch the data from the lowest level. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുന്ന ഇപ്പോൾ ലെവൽ 3 ഇല്ല എങ്കിൽ നമ്മൾ ഇനിയും ലോവർ ലെവലുണ്ടെങ്കിൽ ഇനിയും ഹയർ ലെവലുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേണം ഡാറ്റ എടുത്തിട്ട് വരാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ലാസ്റ്റ് ലെവലെങ്കിൽ ഇവിടെ പെനാൽറ്റി ഒന്നും ഇല്ല, ഇവിടെ തന്നെ നമുക്ക് ഡാറ്റ കിട്ടും. അപ്പോൾ ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 100% ആയിരിക്കും, കാരണം എല്ലാ ഡാറ്റയും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി ജനറൽ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ഡിറൈവ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇത് ഈ ഹിറ്റ് റേറ്റ് ഇൻറ്റു ടൈം ടു ആക്സസ് ഇൻ ലെവൽ 1 എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലെവൽ 1 ക്യാഷ് ആണെങ്കിൽ ക്യാഷിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ടുള്ള ടൈമാണ് T1 എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ if we are considering this H1 into T1, what is this hit rate into time to access that particular level? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, hit rate into time to access that level. What is that? That is actually hit time. Okay, total hit time എന്ന് പറയുന്നത് hit rate into time to access that level എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So finally we have modified this equation. This general equation is modified like this. How we have modified hit time? What is this hit time എന്ന് പറയുന്നത് എന്താണ്? Hit rate into time to access that level 0. അപ്പോൾ hit time plus miss rate into hit time in level 1 plus miss rate into miss penalty. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു വ്യത്യാസം മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. സാധാരണ ഇവിടെ ഹിറ്റ് റേറ്റ് ഇൻറ്റു ടൈം ടു ആക്സസ് ദാറ്റ് ലെവലാണ് വരുന്നത്. പക്ഷേ ഇവിടെ എല്ലായിടത്തും ഹിറ്റ് ടൈം എന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ഹിറ്റ് ടൈം? ഹിറ്റ് റേറ്റ് ഇൻറ്റു ടൈം ടു ആക്സസ് ദാറ്റ് പർട്ടിക്കുലർ ലെവൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യനിൽ തരുന്നത് ഹിറ്റ് ടൈം ആയിരിക്കും തരുന്നത്, ചിലപ്പം ടൈം ടു ആക്സസ് ദാറ്റ് പർട്ടിക്കുലർ ലെവൽ എന്നായിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ either we have to use hit rate into time to access that level or hit time. Okay, so we will move on to a question. Yeah, here a question is given. What it is given? Access time to primary cache. ഇവിടെ പറഞ്ഞിരിക്കുന്നത് we have a setup with the primary cache, secondary cache and main memory. What is primary cache? Primary cache means the cache within the processor, and secondary cache which is the cache near to the processor. അപ്പോൾ അങ്ങനെ രണ്ട് ലെവലിൽ നമുക്ക് ക്യാഷ് ഉണ്ട്. So all the data which is immediately required by the processor is kept in the primary cache, and if there is no space in the primary cache, the rest of the things and the data which is there in the primary cache is kept in the secondary cache. If the data is not there in the secondary cache, it will be there in the main memory. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും ടൈം തന്നിട്ടുണ്ട്. 5 nanosecond ഫോർ ദി പ്രൈമറി ക്യാഷ്, 20 nanosecond ഫോർ ദി സെക്കൻഡറി ക്യാഷ് ആൻഡ് 70 nanosecond ഫോർ ദി മെയിൻ മെമ്മറി. അതുപോലെ തന്നെ ഹിറ്റ് റേറ്റും തന്നിട്ടുണ്ട്, ഓരോ ലെവലിലുമുള്ള ഹിറ്റ് റേറ്റും തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.9, 0.95 ആൻഡ് 1. സോ ഇവിടെ നമുക്ക് ബേസിക്കലി നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എഫക്റ്റീവ് ആക്സസ് ടൈം ഓർ ആവറേജ് ആക്സസ് ടൈം ഇസ് H1 into T1 plus miss rate into H2 into T2 plus miss rate in 1 into miss rate in 2 into S3 into T3, like that it will go on. So if we are substituting this
substituting the values in this formula, നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? h1 into t1. what is h1? h1 is 0.9 അല്ലേ? 0.9, sorry, h1 is, yeah, h1 is 0.9 into t1 is 5 nanosecond plus 1 minus h1, that is the miss rate in level 1, that is 0.1 into h2 is 0.95 into t2 is the time to access level 2 memory. level 2 is secondary cache എടുക്കാനായിട്ട് 20 nanosecond ആണ് ആവശ്യം. then coming to the third level, we have to include the miss rate in level 1 and miss rate in level 2. what is miss rate in level 1? that is 0.1 into miss rate in level 2 is 0.05 into what is the time to access, sorry, we have to multiply the hit rate in level 3. ഇപ്പോൾ മെയിൻ മെമ്മറിയുടെ ഹിറ്റ് റേറ്റ് 1 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എവറിത്തിങ് ഫോർ ദി പ്രോഗ്രാം എക്സിക്യൂഷൻ ഇസ് ദർ ഇൻ ദ മെയിൻ മെമ്മറി. ഫൈനലി എല്ലാം മെയിൻ മെമ്മറിയിലുണ്ട് എന്നുള്ള ധാരണയിലാണ് ഇവിടെ ഹിറ്റ് റേറ്റ് 1 ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ മിസ് റേറ്റ് ഇൻ 1 into miss rate in 2 into hit rate in third level into time to access the main memory. what is the time to access the main memory? 70 nanosecond. so if you are calculating this value, so we'll be getting the answer as 6.75 nanosecond. so this is the average access time for this computer, for this memory, for the given memory setup. ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഓൺ ചിപ്പ് ക്യാഷ് ഹിറ്റ് റേറ്റ് ഈസ് 90% and hit time is 5 nanosecond. off chip cache hit rate is 96%, hit time is 10 nanosecond. main memory hit rate is 99.8%, hit time is 60 nanosecond and memory miss penalty is 10 millisecond. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹിയർ ദേ ആർ പ്രൊവൈഡിങ് ഹിറ്റ് ടൈം. ഓൺ ചിപ്പ് ക്യാഷിലെ ഹിറ്റ് ടൈമാണ് ഡയറക്റ്റ്ലി നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിറ്റ് റേറ്റോ അല്ലെങ്കിൽ ടൈം ടു ആക്സസ് ദാറ്റ് പെർട്ടിക്കുലർ മെമ്മറി അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പകരം ഹിറ്റ് ടൈം മൊത്തത്തിൽ എന്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദിസ് ഹിറ്റ് ടൈം ആക്ച്വലി? it is hit rate into time to access that on chip cache. okay, so in the equation, instead of this hit rate into time to access that memory, we have included hit time. okay, but hit time plus miss rate in 0th level into here also hit time. instead of hit rate into time to access in level 1, we have taken hit time. okay, hit time plus miss rate in level 1 into, again in this level also we have taken hit time plus miss rate into miss penalty. okay, same equation we have modified like this. ഇവിടെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഹിറ്റ് റേറ്റ് ഇൻറ്റു ടൈമിന് പകരം ടോട്ടലി അത് കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് we have taken hit time. so everything is directly given in the equation. what is hit time? hit time in this first level on chip cache ആണ് പ്രോസസ്സറിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്നത്. so in the first level hit time is 5 nanosecond plus what is miss rate in that level? on chip cache-ൻ്റെ മിസ് റേറ്റ് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ഹിറ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ഹിറ്റ് റേറ്റ് 90% ആണ്, അപ്പോൾ മിസ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. സോ ദിസ് 10% is included as 0.10 into മിസ് റേറ്റ് നമ്മൾ എഴുതി. then hit time in next level.
നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഓഫ് ചിപ്പ് ക്യാഷാണ്. ഓഫ് ചിപ്പ് ക്യാഷിൻ്റെ ഹിറ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10 നാനോ സെക്കൻഡ്. അപ്പോൾ 10 നാനോ സെക്കൻഡ് പ്ലസ് അടുത്തത് മിസ് റേറ്റ് ഇൻ ദാറ്റ് ലെവൽ. ആ പർട്ടിക്കുലർ ലെവലിലെ മിസ് റേറ്റ്, ആ പർട്ടിക്കുലർ ഓഫ് ചിപ്പ് ക്യാഷിൻ്റെ മിസ് റേറ്റ് എന്ന് പറയുന്നത് 1 മൈനസ് ഹിറ്റ് റേറ്റ് ആണ്. സോ ഹിറ്റ് റേറ്റ് ഇസ് 96%. So miss rate is 4%. So while writing here you can write it as 0.04 into ഇവിടെ എത്തി. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകണം. ഈ അടുത്ത ലെവലിലും നമ്മൾ എഴുതേണ്ടത് ഈ പർട്ടിക്കുലർ ലെവലിലെ ഹിറ്റ് ടൈമാണ്. ഹിറ്റ് ടൈം 60 നാനോ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തന്നെ എഴുതി പ്ലസ് മിസ് റേറ്റ് എന്ന് പറയുന്നത് ആ ലെവലിലെ മിസ് റേറ്റ് ഹിറ്റ് റേറ്റ് 99.8% ആണ്. അപ്പോൾ നമുക്ക് 2.2% ആണ് മിസ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ റേറ്റ് എഴുതുമ്പോൾ 0.002 is the miss rate in level 3 into ലാസ്റ്റ് വൺ വരുമ്പോഴത്തേക്കിനും അത് മിസ് പെനാൽറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇനി അടുത്ത ലെവലിലേക്കുള്ള ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ മിസ് പെനാൽറ്റി എന്ന് പറയാം. എന്തായാലും അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് അഡീഷണൽ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ സമയം ആ അഡീഷണൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന ആ സമയത്തെയാണ് മിസ് പെനാൽറ്റി ആയിട്ട് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ മിസ് പെനാൽറ്റി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് 10 മില്ലി സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 10,000 നാനോ സെക്കൻഡ്. ഓക്കെ, ക്ലോസിങ് ദിസ് ബ്രാക്കറ്റ് ആൻഡ് ഫസ്റ്റ് ബ്രാക്കറ്റ്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ആസ് 6.32 നാനോ സെക്കൻഡ്. ഓക്കെ, നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. CPI of 105 GHz machine with 2% miss rate and 100 nanosecond main memory access. Adding a second level cache with 5 nanosecond access time decreases miss rate to 0.5%. How much faster is the new configuration? അപ്പോൾ ഇവിടെ നമ്മൾ പ്രോസസ്സർ ഒരു 5 GHz സ്പീഡുള്ള ഒരു പ്രോസസ്സറിൻ്റെ കൂടെ മെയിൻ മെമ്മറി മാത്രമായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മെയിൻ മെമ്മറി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 98% ഓഫ് ദ ഡേറ്റ വാസ് ദർ ഇൻ ദി മെയിൻ മെമ്മറി. മിസ് റേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 22%. അപ്പോൾ 98% ഓഫ് ഡേറ്റ വാസ് ദർ ഇൻ ദി മെയിൻ മെമ്മറി ആൻഡ് ദ ടൈം ടേക്കൺ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സമയം 100 നാനോ സെക്കൻഡാണ്. അതിനുശേഷം ഈ ഒരു സിസ്റ്റം ഇംപ്രൂവ് ചെയ്തു. ദേ ഇൻക്ലൂഡഡ് സെക്കൻഡ് ലെവൽ ക്യാഷ് ഓൾസോ. ഓക്കെ, ആൻഡ് ഇഫ് വി ആർ ആക്സസിങ് ഡേറ്റ ഫ്രം ദ ക്യാഷ് ദ ടൈം ടേക്കൺ ഈസ് ഓൺലി 5 നാനോ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ് റേറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്ത് 0.5%ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 99.5% ഈ ഡേറ്റ വിൽ ബി ദെയർ ഇൻ ദി ക്യാഷ്. സോ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഹൗ മച്ച് ഫാസ്റ്റർ ഇസ് ദ ന്യൂ കോൺഫിഗറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ കോൺഫിഗറേഷനിൽ സിസ്റ്റം എത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതിനകത്തുനിന്ന് നമ്മൾ എത്ര സമയമാണ് ഈ ഫുൾ സെറ്റപ്പ്, അതായത് സാധാരണ ഇൻസ്ട്രക്ഷനും മെമ്മറി ആക്സസും കൂടി ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിനകത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഈ മെഷീൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻസിയിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സമയമാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ക്ലോക്ക് സൈക്കിൾ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ അത് നമുക്ക് 0.2 നാനോ സെക്കൻഡ് എന്ന് കിട്ടി. ഒരു ക്ലോക്ക് സൈക്കിളിന് എടുക്കുന്ന സമയമാണ് 0.2 നാനോ സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് എത്ര ക്ലോക്സ് എടുക്കുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അത് ഒരു മെമ്മറി ഓപ്പറേഷൻ അല്ല എങ്കിൽ ഒരു ഇൻസ്ട്രക്ഷന് എടുക്കുന്ന നമ്പർ ഓഫ് സൈക്കിൾസാണ് ഇവിടെ ഓൺ ആൻ ആവറേജ് തന്നിരിക്കുന്നത് 1. ഓക്കെ, ഇനി നമുക്ക് മെമ്മറി ഓപ്പറേഷന് വേണ്ടിയിട്ട് എത്ര ക്ലോക്ക് സൈക്കിളാണ് എടുക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
അതായത് നോർമൽ എക്സിക്യൂഷൻ, അതായത് മെമ്മറി ഓപ്പറേഷൻ അല്ലാത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് എത്ര സൈക്കിൾസ് എടുക്കുന്നു പ്ലസ് മെമ്മറി ഓപ്പറേഷന് എത്ര സൈക്കിൾ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് എത്ര ക്ലോക്ക് സൈക്കിൾ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എത്ര ക്ലോക്ക് സൈക്കിൾ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു മെയിൻ മെമ്മറിയിൽ നിന്നൊരു ഡേറ്റ ഫെച്ച് ചെയ്യാനായിട്ട് 100 നാനോ സെക്കൻഡാണ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 100 നാനോ സെക്കൻഡ് സമയം നമ്മൾ ചിലവിടുമ്പം അതിനകത്ത് എത്ര ക്ലോക്ക് സൈക്കിൾസ് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. ഈ 100 നാനോ സെക്കൻഡിൽ എത്ര ക്ലോക്ക് സൈക്കിൾസ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 100 നാനോ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ ഫോർ എ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദിസ് ഈസ് ആക്ച്വലി ടൈം ഫോർ എ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 100 നാനോ സെക്കൻഡ് ഇൻറ്റു ദ ഫ്രീക്വൻസി ഓഫ് ദിസ് മെഷീൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 100 നാനോ സെക്കൻഡ് ബൈ 0.2 നാനോ സെക്കൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 500 ക്ലോക്ക് സൈക്കിൾസ് ആണ് 100 നാനോ സെക്കൻഡിൽ എടുക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു മെമ്മറി ആക്സസിന് എടുക്കുന്ന സമയമാണ് 500 ക്ലോക്ക് സൈക്കിൾ. സാധാരണ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് ഒരു ക്ലോക്ക് സൈക്കിൾ എടുക്കുന്ന സമയത്ത് ഒരു മെമ്മറി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് 500 ക്ലോക്ക് സൈക്കിൾസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തുകൊണ്ട് വരുമ്പം ലെവൽ 1 ക്യാഷിലായിരുന്നു എങ്കിൽ 2% ആണ് മിസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, 2% മിസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ നിന്ന് ഫെച്ച് ചെയ്തുകൊണ്ട് വരണം? അത് മെയിൻ മെമ്മറിയിൽ നിന്നാണ് ഫെച്ച് ചെയ്തും കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ 2% ഇൻറ്റു 500 ആയിരിക്കും നമുക്ക് മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ട സമയം. ഓക്കെ, ഇതൊന്നുകൂടി പറയാം. ആക്ച്വലി നമ്മൾ പ്രോസസ്സർ ഒരു ഡേറ്റ ഫെച്ച് ചെയ്യുമ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയമാണ് 100 നാനോ സെക്കൻഡ്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് എടുക്കുന്ന സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഒരു ലെവൽ 1 ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ലെവൽ 1 ക്യാഷ് ഉപയോഗിക്കുമ്പം 2% മിസ് റേറ്റ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2% ഓഫ് ദാറ്റ് നമ്മൾ ആ മെമ്മറി ഓപ്പറേഷനിൽ 2% മാത്രമേ മെയിൻ മെമ്മറിയിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ക്യാഷ് TLB ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള ഒരു അസംഷനിലാണ് ചെയ്തിരിക്കുന്നത്. ക്യാഷിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ടുള്ള സമയം നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മെയിൻ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാനുള്ളത് മാത്രമാണ് ഓവർ ഹെഡായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെവൽ 1 ക്യാഷ് ഉപയോഗിച്ചപ്പോഴത്തേക്കിനും ഒരു 2% മിസ് വന്നായിരുന്നു. അപ്പോൾ അത്രയും സാധനങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടത്? മെയിൻ മെമ്മറിയിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ എക്സ്ട്രാ ടൈമായിട്ട് കൂട്ടിയിരിക്കുന്നത്. 2% ഇൻറ്റു എത്രയാണ് ഒരു ക്ലോക്ക് സൈക്കിളിൽ ഒരു മെമ്മറി ഓപ്പറേഷൻ എടുക്കുന്ന നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾ? അത് 500 ആണ്. അപ്പോൾ ടോട്ടൽ CPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ CPI ഫോർ നോർമൽ എക്സിക്യൂഷൻ പ്ലസ് ദ CPI ഫോർ മെമ്മറി ഓപ്പറേഷൻ അല്ലെങ്കിൽ മെമ്മറി സ്റ്റോൾസ് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. ഓക്കെ, മെമ്മറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നതുകൊണ്ട് നഷ്ടപ്പെടുന്ന മെമ്മറി സൈക്കിൾസ് എന്നാണ് മെഷീൻ സൈക്കിൾസ് എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. മെമ്മറി സ്റ്റോൾ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും 11 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ L2 ക്യാഷ് കൂടി കൊണ്ടുവന്നപ്പോൾ ആദ്യമേ തന്നെ പ്രോസസ്സർ L1 നോക്കും, അത് കഴിഞ്ഞ് L2 നോക്കും, അത് കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് മെയിൻ മെമ്മറിയിലേക്ക് പോകുന്നത്. അപ്പോൾ L2 വന്നപ്പോൾ L1 ഇല്ലെങ്കിൽ നേരെ മെയിൻ മെമ്മറിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ L2 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആക്സസ് ടൈം എന്നുള്ളത് കുറച്ച് മാറി വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സസ് ടൈം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വി ആർ searching L1 and if it is not there in L1 we are going to L2. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു മിസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ L2ൽ നിന്നാണ് നമ്മൾ ആക്സസിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ L1ൻ്റെ മിസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2% ആണ്. അങ്ങനെ ഒരു 2% മിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നോക്കുന്നത്? അത് L2 ക്യാഷിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ L2 ക്യാഷിന് എടുക്കുന്ന ക്ലോക്ക് സൈക്കിൾസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ L2 ക്യാഷിന് എടുക്കുന്ന ക്ലോക്ക് സൈക്കിൾ എന്താണ്?
അത് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പം ഇതിൻ്റെ ഈ L2 ക്യാഷിൽ നിന്ന് ഫെച്ച് ചെയ്യാനായിട്ടുള്ള സമയം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 നാനോ സെക്കൻഡാണ് L2 ക്യാഷിൽ നിന്ന് ഫെച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ 5 നാനോ സെക്കൻഡ് സമയത്തിൽ എത്ര ക്ലോക്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 5 നാനോ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം ഫോർ 1 ക്ലോക്ക് സൈക്കിൾ, ദാറ്റ് ഈസ് 0.2 നാനോ സെക്കൻഡ്. അപ്പോൾ നമുക്ക് 25 ക്ലോക്ക് സൈക്കിൾസ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സർ ആദ്യം L1 നോക്കുന്നു. L1 ഇല്ലെങ്കിൽ മിസ്സായി പോയാൽ ഇറ്റ് ഈസ് ടേക്കിംഗ് ഡാറ്റ ഫ്രം L2. ഓക്കെ, സോ ഫോർ ആക്സസിങ് ഡേറ്റ ഫ്രം L2 ദ ടൈം ടേക്കൺ ഈസ് L1ൻ്റെ മിസ്സിങ് എത്രയാണ്? 2% ആണ്. അപ്പോൾ 2% ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ് സൈക്കിൾസ് ഫോർ ആക്സസിങ് ഡേറ്റ ഫ്രം L2. ഓക്കെ, ഇനി L2-ലില്ലെങ്കിലോ? L2-ലും ഇല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലാണ് നോക്കേണ്ടത്. അപ്പോൾ L2-ലും ഇല്ല എന്ന് പറയുന്ന അതിൻ്റെ ഒരു മിസ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.5%. ഓക്കെ, അപ്പോൾ ഈ 0.5% ഡേറ്റ ഇല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്നാണ് ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ 0.5% മിസ് റേറ്റ് ഇൻറ്റു ദ ടൈം ടേക്കൺ, അല്ലെങ്കിൽ ക്ലോക്സ് taken to access data from main memory, അത് 500 ആണ്. ഓക്കെ, സോ ഫൈനലി the equation is this. What is this? It is the clocks per instruction. അതായത് ഒരു നോർമൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ക്ലോക്സ് പ്ലസ് ലെവൽ 1-ൽ മിസ്സായി പോകുകയാണെങ്കിൽ ലെവൽ 2-ലേക്ക് പോകും. അപ്പോൾ മിസ് റേറ്റ് ഓഫ് ലെവൽ 2 ഇൻറ്റു ടൈം ടേക്കൺ, ഒരു നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് installed or spent for accessing data from level 2 പ്ലസ് ഇനി ലെവൽ 2-ൽ ഇല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ പോകണം. അപ്പോൾ അവിടുത്തെ മിസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 0.5. ഇപ്പോൾ ലെവൽ 1-ലും ലെവൽ 2-ലും ഇല്ലാത്ത ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി 0.5. സോ 0.5 ഇൻറ്റു നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾ റിക്വയർഡ് ടു ആക്സസ് ഡേറ്റ ഫ്രം മെയിൻ മെമ്മറി, അതെന്ന് പറഞ്ഞാൽ 500. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും 4 ക്ലോക്സ് പെർ ഇൻസ്ട്രക്ഷൻ, ടോട്ടലി എടുക്കുന്ന സമയം 4 ക്ലോക്സ് പെർ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പീഡപ്പാണ്. സ്പീഡപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡപ്പ് ഇസ് 11/4, ദാറ്റ് ഈസ് 2.8 എന്നുള്ളതാണ് നമുക്ക് സ്പീഡപ്പായിട്ട് കിട്ടുന്നത്.